ഡൽഹിയിൽ എംപിമാരുടെ ഫ്ളാറ്റിൽ തീപിടുത്തം. പാർലമെന്റിന് സമീപമുള്ള ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് തീ പടർന്നത്. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ആളപായം ഇല്ല എന്നും തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും അഗ്നിരക്ഷാസേന അറിയിച്ചു. ബിശ്വംബർ ദാസ് മാർഗിലുള്ള രാജ്യസഭാ എംപിമാരുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സായ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റ്സിലാണ് തീപിടുത്തം. എംപിമാരായ ജബി മേത്തർ, ജോസ് കെ മാണി, ഹാരിസ് ബീരാൻ, പി സുനീർ എന്നിവർ താമസിക്കുന്നത് ഇവിടെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കൂട്ടിയിട്ടിരുന്ന പഴയ ഫർണിച്ചറിനാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് ആദ്യ 3 നിലകളിലേക്ക് പടർന്നു. എംപിമാരുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ് ആദ്യ 3 നിലകളിൽ പ്രവർത്തിക്കുന്നത്. ജബി മേത്തർ എംപിയുടെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നാശനഷ്ടമുണ്ടായി. 40 മിനിറ്റോളം വൈകിയാണ് അഗ്നിരക്ഷാസേന എത്തിയതെന്നും ആക്ഷേപമുണ്ട്. ഞാൻ 1 മണിയോടെ നമ്മൾ അറിയുന്നത്. കാരണം ജബി മേത്തർ എംപിയുടെ സ്റ്റാഫ് നമ്മൾ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ റൂം കൊടുത്തിരുന്നു. അപ്പോൾ അവർ വിളിച്ചു, രാവിലെ തന്നെ വൈഫിനെ വിളിച്ചു. അപ്പോൾ ഞാൻ വെനിസാറിൻ്റെ ഫ്ലാറ്റിൽ കോമതി ഉണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ തന്നെ തീ കാണാം. ശരിക്കും നല്ല തീ കത്തിയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഓടി വന്നു. അവരൊക്കെ നല്ല ഇതായിരുന്നു, വെപ്രാളത്തിലായിരുന്നു. കരഞ്ഞ് അവരെ വിളിച്ചാൽ താഴേക്ക് വന്നു. കുട്ടികളെ അടക്കമുള്ളവരാണ്. മുകളിലത്തെ നിലയിലും കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് അതൊരു ആശങ്ക. പക്ഷേ അങ്ങനത്തെ ഒരു ആളപായം കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. ആർക്കും വേറെ ഗുരുതര പരിക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു ആശ്വാസം. 6 ഫയർ എഞ്ചിനുകളെത്തി തീ അണച്ചു. എല്ലാവരെയും ഒഴിപ്പിച്ചതായും ആളപായമില്ലെന്നും अग्निरक्षा അറിയിച്ചു. एक बज के 22 मिनट में हमें कॉल मिली थी कि ब्रह्मपुत्र अपार्टमेंट में एक बिल्डिंग के अंदर आ गए. हमारी लगभग 14 गाड़ियां मौके पे पहुंच के और पाया कि भाई स्टील फ्लोर पे आग थी और थोड़ा बहुत जो है ऊपर तक ट्रेवल कर गई थी. तो स्टील फ्लोर के ऊपर हाउस होल्ड मटेरियल था जिसको आग को पूरी तरह से कंट्रोल कर लिया गया है और सर्चिंग ऑपरेशन आपके सामने अभी चल रहा है. ദീപാവലിയോടനുബന്ധിച്ച് കുട്ടികൾ പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.